വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. വേറെ ഒന്നല്ല, എൻഗേജ്മെൻറ്റ് ഡേ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകുന്നത് ഇരിഞ്ഞാലക്കുടയിലുള്ള നായർ കരയോഗത്തിലാണ്. ഡിസംബർ 10, 2023. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എൻഗേജ്മെൻറ്റ് വീഡിയോ ഇടാത്ത എന്ത് പറ്റി, എന്താണ് ലേറ്റ് ആവുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോഴും ആ ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ കിട്ടിയിട്ടില്ല, നമ്മുടെ ഫോട്ടോഗ്രാഫറുടെ കയ്യിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കേക്ക് കട്ടിലോട്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പേരുടെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് എടുത്തതെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് തട്ടം ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മലപ്പുറത്തുള്ള ഒരു ബുട്ടീക്കിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒരു ഗ്രേപ്പ് വൈൻ കളറിൽ തന്നെ എനിക്ക് ഒരു ഡ്രസ്സ് സെറ്റാക്കി തരണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം ആ ഒരു കളറിൽ അവർ നല്ല രസമായിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളി കസ്റ്റമൈസേഷനാണ്. എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ നല്ല ഭംഗിയായിട്ട് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലുണ്ട്, തട്ടം ബുട്ടീക്ക് അടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. നമുക്ക് എല്ലാവരെയും അങ്ങോട്ട് കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം കുറച്ച് ക്ലിപ്സുകൾ എടുത്തത് മാത്രമേ നമ്മളിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഹാൻഡ് വർക്കും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലൗസിൽ. പിന്നെ ചേട്ടൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ മിന്ത്രയിൽ നിന്ന് എടുത്താണ് കേട്ടോ. മിന്ത്രയിൽ നിന്ന് ഇതേ ഒരു കളറിൽ കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ മിന്ത്രയിൽ നിന്നാണ് ചേട്ടൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് അത്യാവശ്യം കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള ഫോട്ടോസിലെല്ലാം ഞാനിതിൻ്റെ കൂടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പം അച്ഛൻ്റെ ഫ്രണ്ട്സ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തു. കുറേ പേരെ നമ്മൾ പരിചയപ്പെട്ടു. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത ഒരു ക്ലിപ്പാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഹന്തി ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി ഫോട്ടോ ഒക്കെ എടുത്തപ്പം ഒരു വീഡിയോസും കൂടി ചെറുതായിട്ട് എടുത്തതാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഫൈനലി ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് മെഹന്തിയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് മെഹന്തി ആർട്ടിസ്റ്റ് സഹാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള മെഹന്തി ആയിരുന്നു കേട്ടോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പിക്കൊക്കെ നമ്മൾ എടുത്തത് നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൻ്റെ അടുത്താണ്, അതായത് കൂടൽമാണിക്യം അമ്പലത്തിൻ്റെ അടുത്താണ്. ഇത് നമ്മൾ സ്റ്റേജിൽ നിന്നിട്ടുള്ള ഫോട്ടോസാണ്. ബാക്കിയൊരു അമ്പലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോസ് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുത്ത ഫോട്ടോ ആണ്. എൻ്റെ വീടാണ്, അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ബാക്കിയെല്ലാം ഇത് അവിടെ അടുത്തുള്ള അമ്പലം, പിന്നെ കൂടൽമാണിക്യം അമ്പലം, അതിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇതെൻ്റെ ബ്രദറാണ്, അവനക്ക് വരാൻ പറ്റിയില്ല എൻഗേജ്മെൻറ്റിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ജോലി ചെയ്യാണ് കേട്ടോ ദുബായിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എല്ലാവർക്കും. അങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് ഔട്ട്ഡോർ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൂടൽമാണിക്യം ടെമ്പിളിൻ്റെ അടുത്ത് പോവാണ്. ഇത് ഞങ്ങളെ നൈബറാണ് കേട്ടോ, സൗമ്യ ചേച്ചി എന്നാണ് പേര്. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം, അതായത് കരയോഗം ഇതാണ്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഔട്ട്ഡോർ കുറച്ച് പിക്സുകൾ എടുത്തായിരുന്നു കേട്ടോ. ആ പിക്സുകൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.